നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പക അത് വീട്ടാനുള്ളതാണ്. ഇക്കാര്യം ബിനീഷ് കൊടിയേരി ആരും പഠിപ്പിക്കേണ്ടതില്ല. ബിനീഷിന്റെ മനസ്സിലൊരു കനൽ എരിഞ്ഞു കിടപ്പുണ്ട് ഇപ്പോഴും. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥ സംഘം എത്തുന്നതിന് പിന്നിൽ ആരൊക്കെ ചരടുവലികൾ നടത്തി? ഇത്തരമൊരു റെയ്ഡ് അറിഞ്ഞ് എങ്ങനെ രാവിലെ തന്നെ ബിനീഷ് കൊടിയേരി ആ വീടിന് മുന്നിലെത്തി? പിന്നീട് ബിനീഷ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളാണ് നൽകിയത്. യഥാർത്ഥത്തിൽ ബിനീഷ് നായകനാണോ അതോ വില്ലനാണോ? റെയ്ഡ് തൻ്റെ കൂടി ശ്രമഫലമാണ് എന്ന് ഷോൺ ജോർജ് ഇന്നലെ സകല ചാനലുകളോടും പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് ഷോൺ ജോർജ് പറഞ്ഞിരുന്നു, പിണറായി വിജയൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ഉണ്ടാവും. ഇവിടെയാണ് ചില സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത്. റെയ്ഡ് വിവരം അറിഞ്ഞ ആദ്യം അവിടെ എത്തിയ നേതാക്കളിൽ ബിനീഷ് കൊടിയേരിയും. 2 ദിവസങ്ങൾക്ക് മുൻപ് പാർട്ടി മെമ്പർഷിപ്പിന് വേണ്ടി വീണ്ടും അപേക്ഷിച്ചിരുന്നു ബിനീഷ് കൊടിയേരി. എന്നാൽ ബിനീഷ് കൊടിയേരിയുടെ അപേക്ഷ ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞു MP ഗോവിന്ദൻ. അപ്പോഴൊന്നും യാതൊരുവിധ പരസ്യ പ്രതികരണങ്ങൾക്കും ബിനീഷ് ശ്രമിച്ചില്ല, പകരം കാത്തിരുന്നു. ഇന്നലെ ED റെയ്ഡ് നടക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിൽ ബിനീഷ് എത്തുന്നു. പിണറായി വിജയനെ രക്ഷിക്കണമെന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട് ആദ്യം ആഹ്വാനം നൽകിയതും ഇതേ ബിനീഷ് തന്നെ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്രസേനയും ചേർന്ന് പിണറായി വിജയനെ വീട്ടുതടങ്കൽ എന്നതുപോലെ വെച്ചിരിക്കുകയാണ്. പാർട്ടി സഖാക്കൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് ബിനീഷ് ആവശ്യപ്പെടുന്നു. ബിനീഷിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് നിരവധി നേതാക്കൾ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. അവിടെ MP ഗോവിന്ദനും സംഘവും എത്തുമ്പോൾ ബിനീഷ് നിറഞ്ഞാടുകയായിരുന്നു. പിന്നീട് MP ഗോവിന്ദന് പോലും ബിനീഷിനെ നിയന്ത്രിക്കാനോ ബിനീഷ് പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാനോ കഴിയാത്ത അവസ്ഥ. ഒടുവിൽ MP ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പൊതുനിരത്തിലിരിക്കുന്നു. പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. പാറശാല മുതലുള്ള പാർട്ടി സഖാക്കളോട് അടിയന്തരമായി തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലേക്ക് വരാൻ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെടുന്ന കാഴ്ച. സഖാക്കളുടെ ഒഴുക്ക് ഇത് നിയന്ത്രിക്കാൻ പാർട്ടി നേതാക്കൾക്കും കഴിയുന്നില്ല. 2 ആഴ്ച മുൻപ് വരെ കേരളം ഭരിച്ചിരുന്ന പാർട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധമുണ്ട് V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾക്ക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടരുമ്പോൾ ബിനീഷ് കൊടിയേരി വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞു. ബിനീഷിന്റെ വാക്കുകളാണ് ഏറ്റവും ശക്തമായത്. 2020 ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ ED മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തൻ്റെ മകൻ്റെ കാര്യം മകൻ നോക്കട്ടെ എന്നാണ് അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ഇങ്ങനെ: ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ്. അപ്പൊ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെ. ഇതൊരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് അവരുടെ കയ്യിലുള്ളത് എന്നറിയാതെ അത് സംബന്ധിച്ചൊന്നും പറയാനാകില്ല. എന്തെങ്കിലും നിയമവിരുദ്ധ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കുടുംബം സ്വീകരിക്കും. എന്നാൽ തൻ്റെ മുന്നിൽ വന്ന മാധ്യമപ്രവർത്തകരോട് ഇന്നലെ ബിനീഷ് കൊടിയേരി പ്രതികരിച്ചത്, പിണറായിയുടെ കുടുംബം പാർട്ടി കുടുംബം എന്ന നിലയിൽ എൻ്റെ കൂടി കുടുംബമാണ്. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ മറ്റുള്ളവർ എങ്ങനെ ചിന്തിച്ചു എന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല. സഖാവ് കൊടിയേരി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കുമായിരുന്ന നിലപാട് എന്താണോ അതാണ് ഞാൻ എടുക്കുന്നത്. കേസ് നടത്തുന്നതിനോ റെയ്ഡ് നടത്തുന്നതിനോ ഇവിടെ ആരും തടയുന്നില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് റെയ്ഡ് തടയാനോ അല്ലെങ്കിൽ റെയ്ഡ് നടത്താൻ പാടില്ല എന്ന് പറയാനോ അല്ലല്ലോ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവിന്റെ വീട്ടിൽ, സഖാവ് ഇതിൻ്റെ അകത്ത് പ്രതിയല്ലല്ലോ, ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ടുള്ള ആള് കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗം പ്രതിയായിട്ടുള്ള ഒരു കേസിന്റെ അകത്ത് ഇപ്പോൾ പിണറായി സാഹിബിനെ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള റെയ്ഡാണ് നടക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അത് സ്വാഭാവികമല്ലേ. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു നിർത്തിയതല്ലേ. ഇപ്പൊ ഇതിന്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ലല്ലോ. ഇതിന്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ല. പ്രതിയായിട്ടുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗമാണ്. ആ കുടുംബാംഗത്തിന് പ്രതിയായിട്ടുള്ള ഒരു കേസിൽ പിണറായി സഖാവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു റെയ്ഡ് നടത്തുന്നു. അതിലാണ് ഞങ്ങൾക്ക് ആക്ഷേപമുള്ളത്.
സ്വാഭാവികമായിട്ടും ഇഡിയുടെ നടപടികൾ എല്ലാം ഇങ്ങനെ തന്നെയല്ലേ? ആർക്കെതിരെയായാലും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന. അതെ, അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ആക്ഷേപമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗമായിട്ട് റെയ്ഡ് നടത്താൻ കാര്യം നടത്താം. പക്ഷെ കുടുംബാംഗങ്ങളെ ഇപ്പൊ അച്ഛനെയും അമ്മയും തടഞ്ഞു വെച്ചിട്ട് റെയ്ഡ് നടത്തുന്ന കുട്ടി അവിടെ ഈ പറയുന്ന 15 വയസ്സ് താഴെയുള്ള കുട്ടി അതിൻ്റെ അകത്ത്. ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ മനുഷ്യാവകാശമൊന്നും ഇല്ലേ? ആ കുട്ടിക്ക് ബാലാവകാശം ഇല്ലേ? ആ കുട്ടിയെ തടഞ്ഞു വെച്ചോണ്ടല്ലേ നിങ്ങൾ റെയ്ഡ് നടത്തുന്നത്? അത് ശരിയായ രീതിയാണോ? ഇതൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. ബിനീഷിനെതിരെയുള്ള കേസ് വന്നപ്പോൾ അതൊരു പ്രൈവറ്റ് വ്യക്തി, സ്വകാര്യ വ്യക്തിയുടെ കേസാണ്. പാർട്ടിക്ക് അത് രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടിയാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടി എന്നുള്ളതിലുപരി എൻ്റെ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ആ സഖാവിൻ്റെ എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. ആ സഖാവിനെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ ആ നീക്കം എന്ന് പറയുന്നത് പാർട്ടി എന്നുള്ളതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്കതിനെ സംസാരിക്കാനും അതിനെ പ്രതിരോധിക്കാനും ഉത്തരവാദിത്വമുള്ളത്. അപ്പോൾ എനിക്ക് എന്ത് നൽകിയില്ല എന്ന് നോക്കിയിട്ടല്ല ഞാനൊരു നിലപാട് എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്, ഇനി എടുക്കാനും പോകുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ശക്തമായിട്ട് ആ പ്രതിരോധം തീർക്കാൻ വേണ്ടി എന്താണോ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെ മുന്നിൽ നിൽക്കും. മകൻ എന്ന നിലയിൽ കൂടിയാണ് അല്ല, അത് ഞാൻ അല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. ഇപ്പൊ ഞാൻ അത്തരത്തിൽ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഒരു വ്യക്തി ഞാനല്ലല്ലോ, അത് പാർട്ടിയാണല്ലോ പറയേണ്ടത്. ആ പാർട്ടി ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പാർട്ടി അത് വ്യക്തമാക്കും. അത് ഞാൻ അതിന്റെ ആ ഭാഗത്ത് തന്നെയാണ് ഞാൻ എത്തുന്നത്. ഇത് എടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിലാണ്. പിണറായി സാഹിബിന്റെ പേരിൽ ഒരു കേസുമില്ല. ഇതോടെ പിണറായി വിജയനെ രക്ഷിക്കണം എന്ന വികാരം ഉൾക്കൊണ്ട് പാർട്ടി സഖാക്കൾ അവിടെ തടിച്ചുകൂടുന്നു. അവരിൽ ബിനീഷ് കോടിയേരിക്ക് അടുപ്പമുള്ള പാളയത്തെ ചില പാർട്ടി പ്രവർത്തകരുമുണ്ട്. അവരാണ് പിന്നീട് ഇത്തരം അക്രമങ്ങൾ കാട്ടിയത് എന്ന് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ അടക്കം പറയുന്നു. ഇവിടെയാണ് ഒരുപിടി സംശയങ്ങൾ പ്രാദേശിക നേതാക്കൾക്കും പാർട്ടി സംസ്ഥാന നേതാക്കൾക്കുമുള്ളത്. ED സംഘം തിരച്ചിലൊക്കെ കഴിഞ്ഞ് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടി നേതാക്കളെ വിളിച്ച് സംസാരിക്കുന്നു. CRPF പറയുന്നു ഇവിടെ ചില സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു, അതുകൊണ്ടിപ്പോൾ ED സംഘം പിരിഞ്ഞു പോകുന്നത് അപകടകരമാണ്. ജനത്തെ പിരിച്ചുവിട്ടതിന് ശേഷം മാത്രം ED സംഘത്തെ പുറത്തെത്തിച്ചാൽ മതി എന്നാണ് CRPFൻ്റെ നിലപാട്. പാർട്ടി നേതാക്കൾ പറഞ്ഞു, ഞങ്ങളെ വിശ്വസിക്കൂ, ED ഉദ്യോഗസ്ഥരെ സുരക്ഷിതരായി ഞങ്ങൾ പുറത്തെത്തിക്കും, ഒരുവിധ അപകട സാഹചര്യങ്ങളും അവിടെയില്ല. ഇത്തരമൊരു വാക്കുകൊടുത്തത് MP ഗോവിന്ദനും B ശിവൻകുട്ടിയും ഒക്കെ ചേർന്ന്. പിന്നീട് കേരളം കാണുന്നത് നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ED സംഘം പുറത്തേക്കിറങ്ങുമ്പോൾ ഇതാ പാർട്ടി പ്രവർത്തകരിൽ ഒരു കൂട്ടം കാപാലികർ ആ വാഹനത്തെ ആക്രമിക്കുന്നു. അരുതെന്നൊക്കെ പറഞ്ഞ് ബിനീഷ് കോടിയേരി അവർക്കിടയിലൂടെ ഓടുന്നുണ്ടെങ്കിലും ആക്രമിക്കുന്ന ചിലർ ബിനീഷിനോട് കുശലം പറയുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എല്ലാം ആരോ ഒരുക്കി നിർത്തിയതുപോലെ കടുത്ത ആക്രമണമാണ് ED സംഘത്തിന് നേർക്ക് നടന്നത്. ED പ്രകോപിതരാകുമെന്നുറപ്പ്. കേന്ദ്രം കൂടി ഇടപെടും. പിണറായിയുടെ കേസ് അങ്ങനെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കി. ഒടുവിൽ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് ED കടക്കും എന്ന് അവരുടെ പത്രക്കുറിപ്പ് തന്നെ വ്യക്തമാക്കി. മകൾ വീണ വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ കൂടി തങ്ങളുടെ അന്വേഷണ പരിധിയിലുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു വയ്ക്കുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ED കടക്കുന്നുവെന്ന സൂചനകളും പിന്നീട് പുറത്തേക്ക് വന്നു. ചുരുക്കത്തിൽ CPM ഗുണ്ടകൾ നടത്തിയ ആക്രമണത്തിൻ്റെ ഇരയായി മാറുന്നത് പിണറായി വിജയനും മകളും. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളിയിട്ടതിന് പിന്നിൽ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നുള്ള കടുത്ത ഗൂഢാലോചനയുണ്ടോ? ഇവിടെയാണ് ബിനീഷ് കോടിയേരിയെ ഒരു വില്ലനായി ചിലർ ചിത്രീകരിക്കുന്നത്. ഷോൺ ജോർജും ബിനീഷ് കോടിയേരിയും ഒരുമിച്ച് കൊച്ചിയിൽ ഒരു ലോ ഫേം നടത്തുന്നു. ഇവർ പണ്ട് മുതലേ വലിയ ചങ്ങാതികളാണ്. ഷോൺ ജോർജ് എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോഴും ബിനീഷ് കോടിയേരിയുമായി കൂടിയാലോചിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബിനീഷ് കോടിയേരി അറിയാതെ ഷോൺ ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറു അനക്കമുണ്ടാകില്ല. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് പുറത്തെത്തിച്ചത് മനോരമ പത്രമായിരുന്നു. പിണറായി വിജയൻ്റെ നേരിട്ടുള്ള ഇടപെടൽ തെളിയിക്കുന്ന രേഖകൾ ഒന്നും ആദ്യ റിപ്പോർട്ടിങ്ങുകളിൽ വ്യക്തമല്ല. പിന്നീട് ആദായനികുതി വകുപ്പ്, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെയും SFIOയുടെയും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ റിപ്പോർട്ടുകളിൽ വീണ ജോർജിൻ്റെ പേര്, ഒപ്പം വീണ ജോർജ് കൈപ്പറ്റിയ 2 കോടിയിൽ പരം രൂപയുടെ തെളിവുകൾ. SFIO റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കാര്യമായ നീക്കങ്ങൾ കേരളത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു പ്രത്യേകതയുണ്ട്. CPM പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളും ഏരിയ കമ്മിറ്റികളും
പിണറായി വിജയനെ എടുത്തൊടുക്കുകയായിരുന്നു, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം എന്ന ആവശ്യമുന്നയിച്ച്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ CPM പ്രാദേശിക ഘടകങ്ങൾ പിണറായി വിജയനെ എടുത്തിട്ടലക്കുന്ന സമയം തന്നെ നോക്കി ഇത്തരമൊരു റെയ്ഡ് അണിയിച്ചൊരുക്കിയതിനു പിന്നിൽ ഏതെങ്കിലും തലത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ? ഈ സംശയമാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക്. മറുവശത്ത് പാർട്ടി അണികളെ തെരുവിലേക്കിറങ്ങുന്നതിൽ ഇന്നലെ പിണറായി പക്ഷം വിജയിച്ചു. പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ CPM സഖാക്കളോട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനും പിണറായി വിജയൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും പാർട്ടി സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു. അതിൻ്റെ വലിയ പ്രതിഫലനങ്ങളും കണ്ടു. വീണത് വിദ്യയാക്കാനുള്ള തത്രപ്പാടിലാണ് പിണറായി. എന്നാൽ മറുവശത്ത് ബിനീഷ് കൊടിയേരിയെ പോലുള്ളവർ വലിയ സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ അതിനപ്പുറം എന്തെങ്കിലും അപകടം ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ഭയക്കുകയാണ് പിണറായി. ഹാരിസ് അറബിയെ പോലുള്ളവർ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ ഇടുന്നു. ഷോണും ബിനീഷും 3ാമത്തെ ഗ്ലാസ്സിൽ ഐസിടട്ടെ എന്ന ചോദ്യം. നിങ്ങൾക്കുള്ള കണിമംഗലം തമ്പുരാൻ വീണ്ടും ജനിച്ചു എന്നേ ഞങ്ങൾ കരുതുന്നുള്ളൂ. സതീശനിലേക്ക് ചർച്ചകൾ എത്താതിരിക്കാനാണ് സൈബർ വെട്ടുകിളികൾ ഇപ്പോൾ VD സതീശന് നേരെ ലക്ഷ്യമിടുന്നത് എന്നും ഒരു കൂട്ടർ വാദിക്കുന്നു. പാർട്ടി നേതാക്കൾ ഇന്നലെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയ നാടകങ്ങളും ഇപ്പോൾ സംശയാസ്പദമാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പിന്നീട് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടിയ പ്രതികൾ. അവരെ ഒരു വിധത്തിലും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പാർട്ടി നേതാക്കൾക്ക് വ്യക്തമായി അറിയാം. നെഞ്ചുറപ്പോടെ 2 IPS ഉദ്യോഗസ്ഥർ കളത്തിലിറങ്ങിയപ്പോൾ പാർട്ടി നേതാക്കൾ പോലും അടപടലം ചുരുണ്ടു. 2 വെല്ലുവിളികളായിരുന്നു അവർക്ക് മുന്നിൽ. ഒന്ന്, ഈ പ്രവർത്തകരെ പോലീസിന് മുന്നിൽ ഇട്ടുകൊടുത്താൽ അവർ ജാമ്യമില്ലാ കേസിൽ അകത്താകുമെന്നുറപ്പ്. എന്നാൽ മറുവശത്ത് കേരള പോലീസിന് അവരെ കൈമാറിയില്ല എങ്കിൽ CBI പോലുള്ള ഏജൻസികൾ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തെത്തും. ഈ പ്രതികളെ തൂക്കിയെടുത്ത് നേരെ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകും. കാര്യങ്ങൾ അടപടലം കൈവിടും എന്ന് പാർട്ടി നേതാക്കൾക്ക് ബോധ്യമായി. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലും ആദ്യം പറന്നെത്തിയത് ഇതേ ബിനീഷ് കൊടിയേരി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും ബിനീഷിനില്ല എന്നോർക്കണം. പോലീസ് ബിനീഷിനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആദ്യം പറഞ്ഞു. എന്നാൽ പിന്നീട് താൻ എന്തു ചെയ്തു എന്ന ചോദ്യമാണ് ബിനീഷ് ഉയർത്തിയത്. അവിടെയും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തകർത്താടി ബിനീഷ് കൊടിയേരി. ഈ അടുത്ത കാലത്തായി മലയാള സിനിമയിൽ നമ്മൾ കേൾക്കുന്ന ഒരു പദാവലിയുണ്ട്, 40 ഫീറ്റ് ക്രെയിൻ എന്ന ഉപകരണം. ഇന്നലെ പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ അണിനിരന്ന പാർട്ടി സഖാക്കളെയും അതിലപ്പുറം മാധ്യമപ്രവർത്തകരെയും ഒക്കെ ചിത്രീകരിക്കാൻ ചില ചാനലുകൾ ഉപയോഗിച്ചത് ഇത്തരം ക്രെയിൻ ഷോട്ടുകൾ. ലൂസിഫർ, എമ്പുരാൻ തുടങ്ങിയ സിനിമകളിൽ ഉപയോഗിക്കുന്ന മെഗാ സ്ക്രീൻ ഇഫക്റ്റായിരുന്നു ഇന്നലെ നടന്ന സമരത്തിൽ പ്രേക്ഷകർ കണ്ടത്. ഒരു വശത്ത് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുള്ള ആകാശ ദൃശ്യങ്ങൾ, പിണറായി വിജയന് ചുറ്റും പാർട്ടി അണിനിരക്കുന്ന വൈകാരികമായ ദൃശ്യങ്ങളായിരുന്നു മിക്ക ചാനലുകളും പങ്കുവച്ചത്. പാർട്ടിയുടെ ആൾക്കൂട്ട ആരവം പരമാവധി മാർക്കറ്റ് ചെയ്യാൻ ഇതിനിടയിൽ PR കമ്പനികൾ ശ്രമിച്ചു. പിണറായി വിജയൻ മുഷ്ടി ചുരുട്ടി ED ഉദ്യോഗസ്ഥർ പോയതിനു ശേഷം പുറത്തേക്ക് വരുന്നതും പാർട്ടി അണികൾക്ക് നന്ദി പറയുന്നതും സഖാക്കൾ നേരിൻ്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നതുമൊക്കെ കൗതുകമുണർത്തുന്നു. വെറും 35 സീറ്റിലൊതുങ്ങി പൊതുസമൂഹത്തിലും പാർട്ടിക്കുള്ളിലും വിമർശനങ്ങൾ നേരിടുന്ന പിണറായി വിജയനെ വീണ്ടും ഈ ദുരന്തം ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുകയാണ് ചിലരുടെ ലക്ഷ്യം. പിണറായി വിജയൻ താമസിക്കുന്ന ആ വീട് അങ്ങനെ മലയാള ചാനലുകളുടെ ഇഷ്ടരംഗമായി. വീടിന് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രജകൾ അവർ തങ്ങളുടെ നാട്ടുരാജാവിന് വീണ്ടും വീണ്ടും മുദ്രാവാക്യങ്ങളിലൂടെ അഭിവാദ്യം നേർന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ നന്ദി പറഞ്ഞ് രംഗത്തെത്തുന്ന നായകൻ, അതോ പ്രതിനായകനോ? ചുരുക്കത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഒരര ദിവസം കൊണ്ടൊരു നേതാവ് സൃഷ്ടിക്കപ്പെടും. ഒരു ഉന്നത നേതാവിനെ പടുകുഴിയിൽ നിന്ന് ഉയർത്തിയെടുക്കും. അത്തരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമുക്ക് മുന്നിലുണ്ട്. അവിടെയാണ് ഒരു മനോഹര പ്രതികാരമാണോ ബിനീഷ് കൊടിയേരി ഇപ്പോൾ തീർത്തത് എന്ന സംശയം. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് പോലും പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീടിന് മുന്നിൽ നിലത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കേണ്ട ഗതികേട്. ആ ഗതികേടിൽ പിണറായി വിജയൻ അവരെയൊക്കെ തള്ളിയിടുമ്പോൾ ഇതിൽ വിജയിക്കുന്നതാര്? മറുവശത്ത് പാർട്ടി അണികളെ അണിനിരത്തി ഒരു ഉപരോധ മനഃശാസ്ത്രമാണ് പിണറായി വിജയൻ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. തന്നെ തൊട്ടാൽ പാർട്ടി അണികൾ വെറുതെ ഇരിക്കില്ല എന്ന സന്ദേശം അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കും കേന്ദ്രത്തിനും കൈമാറാൻ ശ്രമിക്കുന്നു. ചാനലുകളൊക്കെ ഇന്നലത്തെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് വാർത്തകൾ മെനയുമ്പോൾ അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു, പിണറായി വിജയനെ ഒരു അമാനുഷിക നായകനായി ചിത്രീകരിക്കാൻ. അതാണ് ഇന്നലെ ചിലർ ആഗ്രഹിച്ചതും. മറുവശത്ത് പിണറായി വിജയനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് ബിനീഷ് കൊടിയേരിയെ പോലുള്ളവർ ഇടപെട്ടു എങ്കിൽ ഇപ്പോൾ തള്ളിയിട്ടിരിക്കുന്നത്. ദേശീയ ചാനലുകളൊക്കെ ഇത് മുഖ്യ വിഷയമാക്കുന്നു.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ ആക്രമിച്ച കേരളത്തിലെ CPM ഗുണ്ടകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. വേണ്ടിവന്നാൽ CBIയെ കേരളത്തിലേക്ക് അയക്കാനുള്ള ചിട്ടവട്ടം ആഭ്യന്തര മന്ത്രാലയം ഒരുക്കുന്നു. ബിനീഷ് കോടിയേരിക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് വീണ വിജയനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് RMP രംഗത്തെത്തി. കഴിച്ചിട്ട് ഇറക്കാനും മേല, മധുരിച്ചിട്ട് തുപ്പാനും മേല. അതാണ് ബിനീഷ് കോടിയേരിയെ തൊണ്ടയിലുടുക്കിയ പാർട്ടിയുടെ അവസ്ഥ. ബിനീഷിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്ത്? ഷോൺ ജോർജ് വെറുതെ ഇരിക്കുമോ? കലിപുത്ത CPM പ്രവർത്തകർ ഇന്നലെ ഷോൺ ജോർജിൻ്റെ വസതിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തി. BJP പ്രവർത്തകരെ അണിനിരത്തി അതിനെ ഉപരോധിക്കാൻ ഇന്നലെ ഷോൺ ജോർജിന് കഴിഞ്ഞു. ഇനിയും ED എത്തും എന്ന് ഷോൺ ജോർജ് പറയുന്നു. മറുവശത്ത് വീണ വിജയൻ അഴിക്കുള്ളിലാകുമെന്ന് ഷോൺ ജോർജ് ഉറപ്പിച്ചു പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോഹര പകവീട്ടലാണോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.